മുഖമാണെന്ന് എനിക്കറിയാം. ആ മുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയട്ടെ. I know that I am not attired for a typical message delivery. You need to forgive me for that. എൻ്റെ പേര് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ തന്നെ ഡേവിഡ് മത്തായി. രാജിൻ്റെ ജ്യേഷ്ഠനാണ്. കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ അമ്മ ചില നാളുകളായിട്ട് she is not feeling very good. So it's a matter of worry for all of us, and we are keeping her in prayer and trying to do whatever we can. We live in Canada. കഴിഞ്ഞ ഏതാണ്ട് over a quarter century I lived in the Middle East, in the many places, and now we live in Vancouver, Canada. Good to us all through our life. Thank you. Thanks. വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ I'm not a pastor. രണ്ടാമത് ഞാനൊരു പ്രാസംഗികനല്ല. I'm still a person who is working and ഒരു ജോലി ഉണ്ടായിരുന്നു. Now I have a small business running in Dubai, so I keep commuting between North America and Middle East. പിന്നെ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ദൈവം തരുന്ന എന്തെങ്കിലും ദൈവവചനത്തിൻ്റെ പ്രകാശം, if at all is going to be useful to somebody, if someone really push me, I just go and share. Other than that, there is nothing more to me. കർത്താവ് കൃപയാൽ ഇത്രത്തോളം നടത്തി. I have no formal training. I never been to a Bible school. Bible school പോയിട്ട് സൺഡേ സ്കൂളിൽ പോയിട്ടില്ല. സൺഡേ സ്കൂളിൽ നിന്ന് നേരെ ഗവൺമെന്റ് പള്ളിക്കൂടത്തിൽ പോയില്ല. അന്ന് നമ്മൾ ഉറങ്ങാതെ കയറാനും പോയിരുന്നത് കൊണ്ട് I had no clue. പിന്നെ ആകെയുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിന്നപ്പോൾ 2 വർഷം അച്ചപ്പട്ടം പഠിക്കാൻ പോയി. അവിടെ നിഷേധിക്കപ്പെട്ട കൂട്ടത്തിൽ ഒന്നായിരുന്നു വേദപുസ്തകം. അതുകൊണ്ട് അതുമായിട്ട് നമുക്ക് യാതൊരു ശല്യവുമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ദൈവം പ്രകാശിപ്പിച്ചിട്ടുള്ള ചിന്തകൾ പ്രിയപ്പെട്ടവരാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഷെയർ ചെയ്യുന്നു. അതല്ലാതെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളില്ല. ചില ക്ലാസ്സുകൾ ദൈവകൃപയാൽ എടുക്കാനുള്ള ഭാഗ്യങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. Let me leave that way. ഇന്നത്തെ അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് I want you to read with me the book of Jeremiah chapter 32. Jeremiah chapter 32. യിരെമ്യാ പ്രവചനം അതിൻ്റെ 32-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ ആരെങ്കിലും വായിക്കണം. ഒന്ന് വായിക്കുന്നവര് നിർത്തി വായിക്കണം, ഓടരുത്. നമുക്ക് പറയും യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്റെ ഇളയപ്പനായ ശലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നു, അനാത്തോത്തിലെ എന്റെ നിലം മേടിച്ചുകൊള്ളാം, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേൽ കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു. ബെന്യാമീൻ ദേശത്ത് അനാത്തോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് അനാത്തോത്തിലെ നിലം മേടിച്ചു, വില 17 ശേക്കെൽ വെള്ളി തൂക്കിക്കൊടുത്തു, ആധാരം എഴുതി മുദ്രയിട്ടു. അടുത്തത് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. അടുത്തത് ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ചു മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരമുറ്റത്ത്
ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുകയും ആധാരം മഹസ്യാവിന്റെ മകനായ നെരിയാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. ഈ ബാരൂക്കിന്റെ കയ്യിൽ ആധാരം കൊടുത്തു. അടുത്തത്, അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ചു മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് ഇത് ഏറിയ കാലം നിലനിൽക്കുവാൻ എന്ത് ചെയ്യണം? ഒരു മൺപാത്രത്തിൽ വെക്കണം. അടുത്തത്, ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയങ്ങൾ, that means business. അടുത്തത്, ഇത് ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. Praise the Lord. I know it's quite a lot of thing that we read. Kunjingal also, if you can be with me, I'm not a preacher, so I'm very casual, very informal, so at least you can follow some stories that I say, so it's fine. I have my own style, so just be quiet. It will be nice for some time. Is that right? Is that all right? Okay, thank you. God bless you for that. Anyway, നമ്മൾ വായിച്ച ഭാഗം, how many of you know Ezekiel? Children, who was Ezekiel? Who was Jeremiah? Who was Isaiah? All right. Anyway, 10 prophets, Jeremiah and Ezekiel. These two prophets lived during the time of Babel captivity. How many of you know about the captivity of Israel into Babylon? Babylonian captivity. ആ സ്ഥലത്തിലേക്ക്, ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ മക്കളെ പിടിച്ചു കൊണ്ടുപോയി ക്യാപ്റ്റീവ് ആയിരുന്ന ഒരു കാലമുണ്ട്. അവരുടെ ക്യാപ്റ്റിവിറ്റിയെ കുറിച്ച് 70 വർഷം 70 years they will be captives in Babylon എന്ന് പ്രവചിച്ച ആളാണ് ജെറമയ. Jeremiah, because he prophesied that these people will be captives in the land of Babylon, the king and many of the people within Israel did not like it. So what did he do? What did they do? Because he prophesied against the whims and fancies and the likeness of the normal people. Because നമ്മുടെ രാവിലെ പാസ്റ്റർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതുപോലെ ഈ നാട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ പ്രസംഗിച്ചില്ലെങ്കിൽ പല കാര്യങ്ങളും മുടങ്ങും. So he was but not able to do anything but deliver the word of God. And the Lord said, prophesy this, that they will be captives in the land of Babylon for 70 years. അവർ 7 വർഷത്തോടെ പോയിരിക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഇത് എഴുതി കൊടുത്തിരുന്ന മുദ്രയുള്ള പത്രം വരെ, ആ പേപ്പർ വരെ ബാരൂക്കിനെ കൊണ്ട് എഴുതിച്ച that prophetic word, the scripture, അതുകൂടെ the roll, അതുകൂടെ വാങ്ങിച്ച് the king, it seems that he burned. നമ്മളത് ഫർണസിലിട്ട് അതിനെ അതിനെ കത്തിച്ചു കളഞ്ഞു. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണെന്ന് അറിയാമോ? അതിനൊന്നും വലിയ പിടിയില്ലല്ലോ. മലയാളത്തിൽ രാജാവ് നെരുപ്പോട്ടിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എഴുതിയിരിക്കുന്നത്. നെരുപ്പോടെന്ന് പറഞ്ഞാൽ അറിയാം, ഓർമ്മയുണ്ടോ സാധനം? എനിക്ക് നല്ല ഓർമ്മയാ. എന്റെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു തൊണ്ടെടുത്തോണ്ട് പോവാ, ചകിരി എടുത്തോണ്ട് പോവാ, ഇതിനകത്ത് വെച്ച് പുകച്ച്, അന്നത്തെ കാലത്തെ തണുപ്പ് നെരുപ്പോടും. ഈ നെരുപ്പോട്ടിൽ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ യെരമ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഇന്ന വല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇത് കേട്ടപ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞ ആ പ്രവചനം എനിക്ക് തരാൻ പറഞ്ഞു. And he took the piece of that writing, ആ സ്ക്രോൾ ഇങ്ങോട്ട് എടുത്തിട്ട് തീക്കകത്തോട്ടിട്ടു, വെന്തുപോയി. Jeremiah was locked. കാവൽപുരമുറ്റത്ത് കോട്ടയാണ് അവിടെ കിടക്കുക, പൂട്ടിയിട്ടിരിക്കുക ചങ്ങലയ്ക്ക്. Then the Babylonian army and the king came, leaving all the useless people in the land of Israel. All the best ones were taken into Babylon. ആ കൂട്ടത്തിൽ പോയ ഒരാളുടെ പേര് പറയാം. സിംഹക്കുഴിയൊക്കെ നമ്മൾ പാടുന്നില്ലയോ? സിംഹക്കുഴിയൊക്കെ പാടുമ്പോ ഈ കൂട്ടത്തിൽ yes, Daniel was among them. Ezekiel was there.
എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. You will know where Ezekiel was. ആ ബാബിലോണിൽ കേദാർ നദീതീരത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു. Now he started prophesying great things into the millennium. സഹസ്രാബ്ദകാലം ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ ആ നദീതീരത്ത് ക്യാപ്റ്റിവിറ്റിയിൽ ഇരിക്കുമ്പോൾ എസെക്കിയേലിന് ദൈവം കൊടുത്തു. അങ്ങനെ രണ്ട് പ്രവാചകന്മാർ, ഒരാള് let me also tell you, Jeremiah was not taken into captivity, he was left behind. Ezekiel was taken into captivities, but being in both places, രണ്ടുപേരും രണ്ട് സൈഡിൽ ഇരുന്ന് വീണ്ടും പ്രവചിച്ചുകൊണ്ടിരുന്നു. One thing that we can be assured of, മനുഷ്യന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കാവൽപ്പുറമുറ്റത്ത് ചെങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും ദൈവവചനം പറയാനുള്ളവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. Praise the Lord. അതിനപ്പുറത്ത് വേറൊരുത്തനെ പിടിച്ചോണ്ട് പോയിരിക്കുക. എവിടെ? നല്ല പുള്ളിയാണെന്ന് പറഞ്ഞോണ്ട് അവിടെ കൊണ്ടുപോയിരിക്കുക. അവിടെ ചെന്നപ്പോ കേദാർ നദീതീരത്ത് ഇരുന്നപ്പോ അച്ചായന്മാരോടൊക്കെ ചോദിച്ചു. അവര് 137 സങ്കീർത്തനം വായിച്ചിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ബാബേലിന്റെ നദീതീരത്തിരുന്നപ്പോൾ ഞങ്ങളെ ബദ്ധരായിട്ട് കൊണ്ടുപോയവർ ഇസ്രായേൽ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്യദേശത്ത് യഹോവയുടെ പാട്ട് എങ്ങനെ പാടും ഓർമ്മയില്ലയോ? ഞങ്ങളെ പീഡിപ്പിച്ചവർ പറഞ്ഞു നിങ്ങൾ നല്ല പാട്ട് പാടും. ഞങ്ങൾ എന്റെ അമ്മയുടെ അമ്മ വല്യമ്മച്ചി മിന്നെ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാലും ആ കാലം നീട്ടി അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെ പറയും, എന്റെ അന്നമ്മയുടെ മക്കൾ ഞങ്ങള് ഞാൻ ഒരു ചേട്ടൻ അന്നത്തെ കാലത്ത് വിശ്വാസം, അവര് പെന്തിക്കോസി പോയെങ്കിലും പാടുന്ന കേട്ട മരം ഇനി ചാഞ്ഞു വരും. അപ്പൊ ഈ പെന്തിക്കോസുകാർക്ക് പണ്ടേ ഒരു ബ്രാൻഡ് ഉണ്ട്. എന്തോന്നാ? എവര് പാടും. അതുകൊണ്ടാണല്ലോ നമ്മൾ കുമ്പനാട്ടൂന്ന് പോരുമ്പോ എല്ലാം വിട്ടേച്ച് പോന്നാൽ ഒരു ഡ്രമ്മ് കൊണ്ടുവരാൻ പറക്കത്തില്ല. മറക്കോ? ഇങ്ങനെ ബാബേലിൽ ഇരുന്നപ്പോൾ ഈ ബാബേലുകാർ ബദ്ധരായിട്ട് പിടിച്ചോണ്ട് പോയവര് കേട്ട് എന്തോന്ന് ഇവര് നല്ല പാട്ടുകാരാവുന്നു പാടാൻ പറഞ്ഞപ്പോ അവര് പറയാം ഞങ്ങൾ എങ്ങനെ ഇവിടെ പാടും. എനിക്ക് സമയം അങ്ങ് പോവുകയാണ്, എന്റെ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ബാബേലിൽ നിന്ന് when the Babylonian kings and the armies when they're just about to come and occupy the land of Israel and take the people of Israel as captives, നിങ്ങൾ you can just imagine ഒരു രാജ്യത്തിന്റെ സ്ഥിതി. കുവൈറ്റ് വാർ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ആരെങ്കിലും anybody from Kuwait here? Praise God. ഞാൻ സഹോദരനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സദാം ഹുസൈൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ടാങ്ക് ഉണ്ട്, ഒരു 10,000 ആൾ, ഒരു വലിയ ആർമി കൂടുണ്ട്. അന്നേരം നമ്മളോട് പറയാം, അച്ഛാ കുവൈറ്റ് സിറ്റിയിലെ ഫ്ലാറ്റിൽ നല്ല വിലക്കുറവ് വരാൻ മേടിച്ചോളം പറഞ്ഞ് മേടിക്കൂ. വാസ്തവത്തിൽ അതല്ലോ ഇപ്പൊ യിരെമ്യാവിനോട് പറഞ്ഞത്. യിരെമ്യാവിനോട് പറഞ്ഞു, എടാ Anathoth is a place that is divided and given by Joshua to the Benjaminites. ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്, ബെന്യാമീൻ ഗോത്രക്കാർക്ക് മോശ പറഞ്ഞ പ്രമാണം അനുസരിച്ച് divided the whole land into 12. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിൽ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് കിട്ടിയ സ്ഥലത്തിന് അകത്തു വരുന്ന സ്ഥലമാണ് അനാത്തോത്ത്. ഈ അനാത്തോത്തിൽ നിന്റെ ഇളയപ്പൻ, നിന്റെ ഉപ്പാപ്പൻ എന്നൊക്കെ പറയണം, എന്നാലേ മനസ്സിലാവും. നിന്റെ ഉപ്പാപ്പന്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നീ അത് മേടിച്ചോണ്ട്. എവിടെ ആള് കിടക്കുന്നത്? കാവൽപ്പുര മുറ്റത്ത് ആമത്തിലിട്ട് കിടക്കുകയാണ്. എടുത്തിട്ടടിച്ചാൽ നമ്മളെ പോലെ പലരും 5 പൈസ എടുക്കാനില്ലാത്ത നേരമാണ്. അന്നേരം പറയുക, എടാ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ സ്ഥലം നീ എന്തോ ചെയ്യണം? ഇപ്പൊ നീ മേടിക്കണം. നീ മേടിക്കുക മാത്രമല്ല, അതിന് നീ ആധാരം എഴുതിക്കണം, അതിന് നീ മുദ്രയിടിക്കണം, അതിന് നീ സാക്ഷി വയ്ക്കണം. തന്നെയുമല്ല, because it is cheap, don't cheat, pay the right price. ഒരു 17 വെള്ളിക്കാശ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്തോ ചെയ്യണം? തുലാസിൽ വെച്ച് തൂക്കണം. ഇത് ഏത് തുലാസാന്നറിയാമോ? Praise the Lord. ഏതാ തുലാസ് എന്ന് പറയുമ്പോൾ, do you know what the scale is? You know, I started my career around 30 years ago selling scales. I don't know if you know a company called Avery. I worked with them. That was my first job. So I really know what scale business is. പക്ഷേ ഈ സ്കെയിൽ ബിസിനസ് എന്റെ ഭാഷയിൽ ഇങ്ങോട്ട് പഠിച്ചോണ്ട് വന്നപ്പോഴല്ലയോ
ലോകത്തിലേക്കും ബെസ്റ്റ് സ്കെയിൽ എവിടെ ഇരിക്കുന്നത് അറിയാമോ? കർത്താവിന്റെ കയ്യിലുണ്ട്. വേറൊരിടത്തിരിപ്പുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട് 30-ാം അധ്യായത്തില്. എന്റെ വായ്പ എടുക്കണ്ട. ഒരു യഹൂദന്റെ വീണ്ടെടുപ്പിന്റെ വില എത്ര? അരസേക്കൽ വെള്ളി. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ അരസേക്കൽ വെള്ളി എങ്ങനെ തൂക്കി കൊടുക്കണമെന്നാ വായിച്ചിരിക്കുന്നത്? എന്റെ കൂടെ പറഞ്ഞ ആലയത്തിലെ തുലാസിൽ വച്ചിട്ട് അതിന്റെ തൂക്കത്തിനനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കളിപ്പിക്കാത്തതും കള്ളത്രാസ് അല്ലാത്തതുമായ ഒരേ ഒരു ത്രാസുള്ളത് എവിടെയാ? ദൈവത്തിന്റെ ആലയത്തിൽ. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തൂക്കണം. അങ്ങനെ തൂക്കി 17 വെള്ളിക്കാശ് എടുത്തിട്ട് നീ ഈ വസ്തുവിന് വില കൊടുക്കണം. വസ്തുവിന് വില കൊടുത്താൽ മാത്രം പോരാ. You need to buy it, you need to write the title deed on that, you need to stamp it, seal it, you must have the witnesses, and then finally എന്തോ ചെയ്യണം? പിന്നെ ഒരു വാക്യമുണ്ട് അതിന്റെ വാക്യത്തിൽ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം വേണമെങ്കിൽ അത് ശരിയാവും. ഇത് ദീർഘകാലം for this to survive for a long time. ഇത് ഒരു വാക്യമില്ലയോ? ഏറിയ കാലം. ഒന്ന് വായിച്ചേ, അവിടെ ഒന്ന് വായിച്ചേ. ഏറിയ കാലം ഇത് നിൽപ്പാൻ തക്കണ്ട് എവിടെ കൊണ്ടുപോയിക്കണം? എന്തോ പാത്രമാ? ഒന്നുകൂടെ പറഞ്ഞേ. ഏറിയ കാലം നിലനിൽക്കാൻ വല്ലതും കൊണ്ടുവയ്ക്കാൻ പറ്റിയ സ്ഥലമാണോ ഒരു മൺപാത്രം? അമേരിക്കൻ ഡോളർ ചട്ടിക്കകത്തോണ്ട് വെച്ചിട്ടുള്ള എത്ര പേരുണ്ട്? നാല് കുത്തലുണ്ടെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? I like the word. ലോക്കറി കൊണ്ടുവയ്ക്കും. ലോക്കറി കൊണ്ടുവച്ചാലും കർത്താവ് ഒരു നേര് പറഞ്ഞൊരിക്കൽ, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. പള്ളിയിൽ വന്നിരുന്നാലും ഇല്ലേ? അപ്പൊ യെരമ്യാവിനോട് പറയാ, ഏറിയ കാലം നിലനിൽക്കാൻ അഡ്രസ് ഇല്ലാത്ത 1-2 പേരുടെ വിറ്റ്നസ് വെച്ചിട്ട് ഒരു സ്റ്റാമ്പ് ചെയ്തിട്ട് നീ ഒരു കലത്തിനകത്ത് കൊണ്ട് മൺകലത്തിനകത്ത് കൊണ്ട് വെക്കാൻ. Praise the Lord. എന്തോന്നാ ഈ സ്റ്റാമ്പ്? എന്തോന്നാ ഈ കടലാസ്? എന്തോന്നാ ഈ ആധാരം? എന്തോന്നാ ഈ മൺകലം? എന്തോന്നാ ഈ നിലനിൽപ്പ്? Praise the Lord. അവനോട് പറയുന്നത് ഈ സ്ഥലത്തിനൊരു വീണ്ടെടുപ്പ് വരും. Praise the Lord. ഇന്നിവിടെ ശത്രുവിന്റെ അധീനതയിൽ കിടക്കുന്നെന്ന് നിനക്ക് തോന്നിയാലും ഇവിടെ വീണ്ടും വ്യവസായങ്ങൾ നടക്കും. ഇവിടെ കൊടുക്കവാങ്ങലുകൾ നടക്കും. ഇവിടെ ജീവനുണ്ടാകും. ഇവിടെ ജീവനുണ്ടാകുന്നവരെ കുറിച്ചാണ് പിന്നത്തേതിൽ എസെക്കിയേൽ കേദാർ നദി തീരത്തിരുന്നോണ്ട് പറഞ്ഞു. അവന് 37-ാം അധ്യായത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ട് he was brought into the valley of bones. എന്നിട്ട് ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, mortal son of man, will this bones live? ഈ അസ്ഥികൾ ജീവിക്കുമോ? അവൻ പറഞ്ഞു, എന്റെ തമ്പുരാനെ, ഇവിടുത്തെ കിടപ്പ് കണ്ടിട്ട് ഒരു സ്വത്രം ഒന്നും വരുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ നിനക്കറിയാം. അവൻ പറഞ്ഞു, നിനക്കറിയാം. നീ ഊത്. Praise the Lord. ഈ കാറ്റ് വന്നെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. Praise the Lord. പിന്നെ ഈ കാറ്റ് എവിടുന്ന് വരുന്നു നോക്കിയിരിക്കുന്നു. നമുക്കുള്ള കുഴപ്പം ഇത് കിടക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ സായിപ്പ് വന്നെങ്കിലേ പ്രസംഗം വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത. അങ്ങനൊന്നും ഇല്ല. ഇത് നമുക്കൊരു വലിയ അപകടം പറ്റിയിട്ടുണ്ട്. അയ്യോ, എന്റെ സമയം പോയിരുന്നു. നമുക്കൊരു വലിയ അപകടം പറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനിറ്റി ഈസ് എ വെസ്റ്റേൺ റിലീജിയൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? Christianity is not a Western religion. It is a Middle Eastern religion, Eastern religion. Praise the Lord. പലസ്തീൻ നാടും അതിന്റെ ചുറ്റുപാടും കഴിഞ്ഞാൽ യേശുവിന്റെ ഒരു അരിമസ്ഥിൽ ശിഷ്യനായിട്ടുള്ള ഒരു അപ്പോസ്തലൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേ വന്നിട്ടുള്ളൂ.
Praise the Lord. നിങ്ങൾക്ക് അറിയുന്നില്ല അതിനൊന്നും വില. Actually, we have the Bible given to us, and we must be teaching the world. അത് മറന്നുപോയി. The Bible is written in the Eastern setting, not in the Western setting. The Bible should be taught in the Eastern setting, on the culture, on the environment. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്നവൻ പുറയ്ക്കുന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പപ്പത്താളം ഒരു പാളത്തൊപ്പി വെച്ച് തേമ്പം പോലെ പോകുന്ന ഓർമ്മയുണ്ടോ? അവനിങ്ങനെ വിതയ്ക്കുന്നവരിൽ ഇങ്ങനെ വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പോഴും ചിലത് മുളകത്ത് വീണു, ചിലത് പാറസ്ഥലത്ത് വീണു. It's all written in that setting. Anyway, let me come to the point what I'm trying to tell you. This land, അവന്റെ ഒന്നുമില്ലായ്മയിൽ 17 വെള്ളിക്കാശം കൊണ്ട് തൂക്കി കൊടുത്തു. Now he bought this piece of land. ഇത് ഈ മൺകലത്തിനകത്ത് കൊണ്ടുവച്ചു. ഈ മൺകലം ഏതാ? കൊരിന്ത്യലേഖനം. Let's come to the 2 Corinthians. 2 Corinthians 4 അധ്യായത്തിന്റെ 4th chapter verse 7. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ in English? Amen. This treasure, ഈ നിക്ഷേപം ഒന്ന് വായിച്ചാട്ടെ. But we have this treasure in the മൺപാത്രങ്ങളിലാകുന്നു. ഏത്? ഈ നിക്ഷേപം. ഇതിനകത്ത് God has deposited something within this earthen vessel. Praise the Lord. ഈ മൺകൂടാരത്തിനകത്ത് തമ്പുരാന്റെ ഒരു നിക്ഷേപം ഇരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ let me ask you a question this morning. കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എന്തിരിക്കും? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നിക്ഷേപം നമ്മളിൽ ഇരിക്കുന്നെങ്കിൽ കർത്താവിന്റെ കണ്ണെവിടെ ഇരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിക്ഷേപം നമ്മളിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, 24 മണിക്കൂറും അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. We're all very busy chasing devils these days. ദൈവത്തെ പേടിക്കുന്നതിനേക്കാൾ പേടി ആരെയെന്നറിയാമോ? ഒരു വാക്യമുണ്ട്. എന്താ? ബലവാനെ പിടിച്ചു കിട്ടിയിട്ടില്ലാതെ പിന്നെ എന്തോ ചെയ്യാനൊക്കത്തില്ല. Sister, I'm so glad that you read the words. 1 Corinthians chapter 6. അതിനകത്തൊരു വാക്യമുണ്ടല്ലോ. നിങ്ങൾ ആരാണെന്നാ വായിച്ചത്? ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയും. Don't you know that you are the temple of God and the Spirit of God dwells in you? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ അകത്തുള്ള ബലവാൻ ആരാ? പിശാചാണോ ദൈവമാണോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്നെയും എന്നെയും പിശാച് തുറന്നുവെങ്കിൽ അകത്തുള്ള ദൈവത്തെ പിടിച്ചു കെട്ടുവാൻ പിശാചിനെ കൊണ്ട് കഴിയുമോ? Hallelujah. Praise the Lord. I can tell you something. The devil has no right, no authority. He will never ever come to you so long as you sure that the Lord dwells in you. They will nammal vasikunnuengil. Praise the Lord. But we have these treasures in the earthen vessels. എവിടെ പകർന്നിരിക്കുന്നു? ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ earthen vessels പകർന്നിരിക്കുന്ന ഈ ശക്തിയെക്കുറിച്ച് the book of Ephesians and also in the book of Philippians, Corinthians, we read that the Holy Spirit is given to us. In English, somewhere says that is the guarantee. You're sealed with the Holy Spirit for the day of redemption as a guarantee.
എന്നാ കൊടുത്തിരിക്കും ഒരെണ്ണം. ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? The Holy Spirit is given to you as an earnest deposit. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? As an earnest deposit. Do you know what an earnest deposit is? അച്ചാരം. എന്താണ് ഈ earnest deposit? അതായത് I can explain it in an easy way. നമ്മുടെ ഈ ബിസിനസ്, നമ്മുടെ നാട്ടിൽ പുറത്ത് റോഡ് BWക്കാരുടെ റോഡ് നന്നാക്കുന്ന ടാർ ഇങ്ങനെ താപിക്കാത്ത കോരിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചാരം വേറും എല്ലാം കൂടെ സൈഡിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എന്നിട്ട് അവൻ ഒരു താപിക്കാത്തത് കൊണ്ടുപോയി ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അതിൽ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലെ പറ്റി നമ്മുടെ കൂടെ വരുന്നില്ലായിരുന്നു ആ റോഡ് ഓർക്കുന്നില്ലേ? ആ റോഡ് പണിയുന്നവനൊരു കോൺട്രാക്ട് എടുക്കും ഇല്ലേ? അവനൊരു കോൺട്രാക്ടർ. അവൻ കോൺട്രാക്ട് എടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പഴയ മലയാളം പഴയതിന് ഇപ്പോഴും വിശ്വസിക്കുന്നു, പത്രത്തിനകത്ത് ടെൻഡർ നോട്ടീസ് നമ്മൾ കണ്ടിട്ടില്ലേ? അതിന്റെ മലയാളം എന്ന് പറയാം, ദർഖാസ് പരസ്യം കേട്ടിട്ടുണ്ടോ? ദർഖാസ് ലേലം. ദർഖാസ്. ഈ ദർഖാസിന്റെ ഒരു പരസ്യം കാണുമ്പോൾ യു നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് റീഡ്. ഒരു 3-4 ഇങ്ങനെ കോളം കാണും. അതിനകത്ത് ഒരു വാക്ക് കൊടുത്തിരിക്കും, ലേലത്തുക ഇത്ര. Alright, that's the total value of the project. Let's say $1 million. Then it says the advance is 10% or 15%. 15% അല്ലെങ്കിൽ 20%. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് വേറൊരു സംഗതി കിടക്കും, earnest deposit $20,000. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? I'm glad, brother. Thank you. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് earnest deposit. Earnest deposit is no advance. It's a different thing. Advance ആരാ കൊടുക്കുന്നത്? ഇപ്പൊ എന്റെ രാജു വീട് വലിയ കച്ചവടക്കാരനാന്ന് പറയുന്നത്, അവന്റെ അടുത്ത് ഇപ്പൊ നിങ്ങൾ ഒന്ന് പറയാം ഒരു വീട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയാം അച്ഛാ സംഗതി ഒക്കെ അറിയാം, ഒന്ന് ചപ്പം മുറിക്കുകയോ വീഞ്ഞു കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്താ വേണം? വീട് പണിയെങ്കിൽ ആദ്യം ഒരു ഇത്ര പൈസയും കൂടെ തരണം, അത് അഡ്വാൻസ്. അത് നിങ്ങൾ ആസ് എ ക്ലയന്റ് യു ഗിവ് ഇറ്റ് ടു ദി കോൺട്രാക്ടർ. ഇസ് ദാറ്റ് റൈറ്റ്? അപ്പൊ നിങ്ങൾ എടുക്കലാന്നേ അവനോട് പറയുന്നു, എടാ നീ അഡ്വാൻസ് മേടിച്ചോണ്ട് പോയിച്ച് ഈ പണിയെന്നുള്ള എനിക്ക് എന്തോ ഉറപ്പുണ്ട്, നീ മുങ്ങിയാലോ? ഞാൻ ഈ earnest deposit പഠിച്ച ഒരു ചരിത്രം നിങ്ങളോട് പറയാം. ചിരിക്കരുത്, ചിരിക്കാം. നോ, ഐ ഹാവ് നോ പ്രോബ്ലം. ഞങ്ങള് ആന്ധ്രയിൽ ജീവിച്ച മനുഷ്യരാണ്. സൂസൻ ഈസ് ആൻ ആന്ധ്ര പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ വീട് മാറിയേ പറ്റത്തു. എന്താണെന്നറിയാം? ഓരോ വർഷവും നമുക്ക് എത്ര ഇൻക്രിമെന്റ് കിട്ടുന്നു അതൊക്കെ വീട്ടുടമസ്ഥന് അറിയാം കറക്റ്റ് ആയിട്ട്. അവൻ വന്ന് അത്രയും വാടക കൂട്ടും, റെന്റഡ് ഹൗസ് ആയിരുന്നു. Finally, when I went to Saudi, I built a small house. വീട് ഇങ്ങനെ വച്ചതിന് ശേഷം, നാട്ടിൽ വന്നതിന് ശേഷം ഹൈദരാബാദിൽ വന്നിട്ട് we were moving the house. ഈ റെന്റഡ് വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനെ കൊണ്ട് ആളില്ല. വന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ ആന്ധ്രയിലെ അടുത്ത നാട്ടിൽ അവിടെ വന്ന ഒരു തെലുങ്ക് മുണ്ടെടുക്കുന്നത് അറിയാമോ? And he can be a brand ambassador of typical village of Telugu. അവിടുത്തെ ഒരു ചട്ടപോലെ പോക്കിയിട്ട് കറുത്ത ഒരു മനുഷ്യൻ, അവന് ഒരു കാളവണ്ടി ഇത്രയുള്ള അവന്റെ ഭാഗം. ഞാൻ അവന്റെ പേര് സായിലു. എനിക്ക് ഓർമ്മയുണ്ടോ സായിലു? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇനി യു ക്യാൻ വെരിഫൈ. സായിലിനോട് ഞാൻ ചോദിച്ചാ, സായിലു നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ ഈ ചെലവയും പിന്നെ കാട്ടിലും മോറോ ഇതെല്ലാം കൂടെ പറക്കി ഈ കാളവണ്ടി വെച്ച് എന്റെ പുതിയ വീട്ടിലൊന്ന് കൊണ്ടുതരാം. എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ എടുത്ത് കൊടുത്തിട്ട് നാളെ വന്ന് ചെയ്യണം. അവന് 50 രൂപ നോക്കിട്ട് പറഞ്ഞു, സാർ തെലുങ്കിലാ പറഞ്ഞു, എന്റെ ഈ പൈസ തരരുത്. കാര്യം നിങ്ങൾ എന്റെ ഈ 50 രൂപ തന്നാൽ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക, നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുക.
നാളെ ഞാൻ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാതെ എന്റെ വേല ചെയ്യാതെ ഞാൻ മുങ്ങിയാൽ യു ലോസ്റ്റ് യുവർ 50 rupees. എന്നിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ ആ തിരുവസ്ത്രം അങ്ങോട്ട് പൊക്കിയിട്ട് അവന്റെ സേഫ് ഡെപ്പോസിറ്റിനകത്തുനിന്ന് ഒരു 50 രൂപ എടുത്ത് എന്റെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പിടിച്ചാട്ടെ. ഞാൻ ചോദിച്ചത് എന്തിനാണ് എൻ്റെ ഷർട്ട്, ഞാൻ നാളെ വന്ന് ഈ പണി ചെയ്തു തന്നില്ലെങ്കിൽ യു ലോസ്റ്റ് നത്തിങ് ബട്ട് ഐ ലോസ്റ്റ്. ദാറ്റ് ഈസ് ഏർണസ്റ്റ് ഡെപ്പോസിറ്റ്. Now let me connect it. If God has given His Holy Spirit as the earnest deposit into you and me, hallelujah, it means something else. Adinte artham vera onnanu. Endonanu adinte artham? That it is a contractual earnest deposit which tells you that He will come back and execute something very sooner or later. Hallelujah. ഒന്നുകൂടെ പറയാം, എന്റെ കർത്താവ് വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് ഇസ്രായേൽ അങ്ങോട്ട് പോകുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നും അത്തി നടത്തുന്നു എന്നും വട്ടക്കിളിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നോക്കിയിട്ട് കാര്യമല്ല. So long as the Holy Spirit is in you, that is the clear evidence that Christ will come back. Hallelujah. നമ്മുടെ കർത്താവ് തിരിച്ചു വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നോക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേണ്ടാന്ന് പറയുന്നവരും നിന്നുപോയെന്ന് പറയുന്നവരും വട്ടാന്ന് പറയുന്നവരും ഒന്നുമില്ലാത്ത ഒരു കാര്യം യേശുവിന്റെ വരവിനെ കുറിച്ച് ഉറപ്പില്ലാത്തവരാണ്. എന്നാൽ ദൈവം നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. ഒരു മിനിറ്റ്. 5-ാം അധ്യായത്തെ 1 Corinthians chapter 4 and 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ എനിക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ച താഴോട്ട്. എങ്കിലും 2 Corinthians താഴോട്ട് വായിച്ചാട്ടെ, താഴോട്ട് ഒന്നുകൂടെ വായിച്ചാൽ താഴോട്ട്. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല, ഇടങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. എന്നിട്ട് ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. നിർത്തിക്കാണ്, ഒത്തിരി വായിക്കാനുണ്ട്. ഈ നശിച്ചു പോകുന്നതും എന്റെ ബൈബിളിൽ പറയുന്നു, though we are persecuted, we are not perished. ഉപദ്രവം സഹിക്കുന്നു, വീട് കിടക്കുന്നു, അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ കടന്നു പോകുമ്പോഴും എന്തോ കൈ വെച്ചോണ്ടാ പോകുന്നത്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ നിക്ഷേപം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇതിനകത്തൊക്കെ കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിശ്വാസി വരുമ്പോൾ ആറ് കിട്ടും, വീട് കിട്ടും, കാശ് കിട്ടുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ദുരുപദേശം പഠിപ്പിക്കുന്ന ഈ ദേശത്തോട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപദ്രവം ഉണ്ടാകത്തില്ല, ചൊറി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യം. പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി, though this great treasure of God, ഇതെന്റെ ഉള്ളിലിരിക്കുന്നെങ്കിലും, though we are persecuted, though we are fallen down, those we are, ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റാ പറയുന്നത്. ഇത് എവിടെ ഇരിക്കുന്നെന്നായി പറയുന്നത്? ഞങ്ങൾ തകർന്നു പോകുന്നില്ലെന്നായി പറയുന്നത്. ഒരു ഉദാഹരണോടെ പറഞ്ഞ് നിർത്താം. ഉള്ളിൽ എന്താ ഇരിക്കുന്നത്? അത്യന്ത ശക്തി. പക്ഷെ പുറമേ ഉള്ള ഉള്ളി എങ്ങനത്തുള്ളതാ? ക്ഷയിച്ചു പോകുന്നതാ. അതിന് വാദമുണ്ട്, അതിന് പ്രഷറുണ്ട്, അതിന് ഡയബറ്റീസ് ഉണ്ട്, അതിനില്ലാത്തതൊന്നുമില്ല. കാശ് കൂടുന്നതനുസരിച്ച് എല്ലാം ഉണ്ട്. രാവിലെ തോരൻ കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുന്നത്. എന്ന് വിചാരിച്ച അകത്തുണ്ട് ഉറപ്പ്. ദൈവത്തിന്റെ
ഞാൻ നിങ്ങളോട് ഇതെല്ലാം ഈ അത്യന്ത ശക്തിയിരിക്കുന്നെങ്കിലും ഞങ്ങളുടെ ഈ മൺകൂടാരം പൊളിഞ്ഞു പോകുന്നില്ലെന്ന്. അതൊരു വലിയ മർമ്മമാണ്. അതൊരു ഭയങ്കര മർമ്മമാണ്. ഈ ചട്ടിക്കകത്ത് ഇരിക്കുന്ന എന്തൊന്നാ? ഒരു ബോംബ് ഇരിക്കുക. Saudi Arabia, I was involved with something called EOB, Executive Officers Building. Executive Officers Building ന്റെ റൂഫിന്, അതിന്റെ ഭൂമിക്കടിയില, അതിന്റെ ഈ ഫ്ലോറിങ്ങിന് അന്നത്തെ കാലത്തിന്റെ കണക്ക് ശരിയാണെങ്കിൽ 6 മീറ്റർ 18 അടി തിക്കാണ്. ഇറ്റ്സ് ബോംബ് പ്രൂഫ്. അതിന്റെ മണ്ടയിൽ തച്ച് മണ്ണ് വാരിയിട്ട് ആരെ വെക്കുന്ന പോലെ വെക്കാൻ പറ്റുമോ? The thing is, that treasure is so valuable. പക്ഷേ ഇവിടെ പൗലോസ് പറയും ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ treasure is so powerful, അത്യന്ത ശക്തി, exceedingly great power of God. Though that is residing in us, this മൺകൂടാരമുണ്ടല്ലോ, this earthen vessel, it doesn't get destroyed. അതൊരു വിരോധാഭാസമാണ്. ഹല്ലേലൂയ. ഈ ഒരു ഉദാഹരണം പറയാം. ഒരു മൺചട്ടി എടുത്താൽ അതിനകത്തൊരു മീൻ തോരൻ വെച്ചാൽ, കുറച്ച് അയല മേടിച്ചിട്ട് നമ്മൾ തോരൻ വെച്ചേച്ച് ആ തോരൻ ഇഷ്ടമല്ലെങ്കിൽ 4 മടക്കി ചട്ടിക്ക് ഒരു തൊഴി കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. പൊട്ടത്തില്ലയോ? വിറവ് കൊണ്ട് തൊട്ടിയാ പൊട്ടിപ്പോയി. നമ്മുടെ ചില വിശ്വാസികളുടെ കൂട്ടം. എന്നാൽ ഈ ചട്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് ഈ കോൺക്രീറ്റിന്റെ ബാച്ചിങ് പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ ട്രക്കിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം, മൊബൈൽ, ആ സാധനം. ആ ചട്ടി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ടാങ്കിനകത്ത് ഇങ്ങോട്ട് ഒലിച്ചു വരുന്ന ഒരു കോൺക്രീറ്റിന്റെ ഒരു മിക്സ്, ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റിന്റെ ഒരു മിക്സ് കൊണ്ട് ഈ ചട്ടി അങ്ങ് കംപ്ലീറ്റ് അങ്ങ് നിറച്ചാട്ട്. Are you with me? അതിന്റെ കഴുത്ത് വരെ അങ്ങ് നിറക്കണം, നല്ലപോലെ നിറച്ച് അതൊന്ന് സെറ്റ് ചെയ്യാൻ അനുവദിക്കണം. എന്നിട്ട് പോയി തൊഴിച്ചാട്ട്. എങ്ങനെ ഇരിക്കുന്നു? ഈ തൊഴിച്ച ഒരു പുള്ളിയോട് തമ്പുരാനെന്ന് പറഞ്ഞു, എടാ കൊച്ചെ, മുള്ളിനോട് ഉണക്കുന്നത് നിനക്ക് ശരിയാവത്തില്ല, എനിക്കൊരു കുന്തവും സംഭവിക്കത്തില്ല, നിന്റെ കാലൊടിയേ ഉള്ളെന്ന്. ഈ അത്യന്ത ശക്തി എന്റെ മേലിരിക്കുന്നു, എന്റെ കയ്യിലിരിക്കുന്നു. ഇത് എഴുതി എന്തോ ചെയ്തിരിക്കുന്നു? വീണ്ടെടുപ്പിന്റെ നാളിനായിട്ട് മുദ്രയിട്ട താഴ്ത്തി തന്നിരിക്കുകയാണ്. നമുക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന് നമ്മുടെ ഉടമസ്ഥൻ പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, പോയതിന് ശേഷം ഞാൻ തിരികെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അതുവരെ നിങ്ങളുടെ ഉള്ളിൽ ആലോചന പറഞ്ഞു തരുവാൻ എന്റെ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങളിലേക്ക് ഒരു നിതര ദ്രവ്യമായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ഞാൻ അയക്കുന്നു. ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടം, അതുകൊണ്ട് നിശ്ചയമായിട്ടും I will come back. Praise the Lord. Let me just stop here. എന്റെ പ്രിയ സഹോദരി സഹോദരൻ, നമ്മുടെ ദൈവത്തെക്കാൾ ശക്തനായവൻ വേറെ ആരും. ഒരു ദിവസം ദുബായിലെ ഒരു ചർച്ചിൽ when I was ministering like this, അവിടെ നേരത്തെ പ്രാർത്ഥിച്ച 1-2 പേര് വന്നെങ്കിൽ പിശാച് ഞങ്ങൾ ഈ മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് when I came out, ഈ കൊച്ചൻ എൻ്റെ അടുത്ത്, ഒരു കൊച്ചൻ, നമ്മുടെ ഒരു കൊച്ചൻ, അവനെ വന്നിട്ട് ചോദിച്ചു, അച്ഛാ, വളരെ ജെന്യുവിനായിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഒരു സംശയം ചോദിച്ചു. ഞാനല്ലേ മൈൻഡ് ചെയ്തത്, നേരത്തെ ഉണ്ടാവും. അച്ഛാ, ഈ പിശാചിനെ അല്ലായിരുന്നു നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞ ആഴ്ചയിലും വന്ന് മൈൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞത് ആന്നു. പിന്നെ അത് ഈ ഒരാഴ്ചക്കൊക്കെ ആരാ അവനെ അഴിച്ചു വിട്ടത്? I hope you get the message. പിശാചിനെ പ്രസംഗിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശുവിനെ പ്രസംഗിക്കാം.
പ്രസംഗിക്കാം. അവൻ വരുന്നിടം വരെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ ഉറവിടമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന ദൈവത്തെ നമുക്ക് പ്രസംഗിക്കാൻ. ദൈവത്തിന്റെ സ്തോത്രം. ഈ മൺകൂടാരത്തിന് ഒരു കേടും കൂടാതെ ഇത് മുദ്രയിട്ട് അതിന്റെ ഉടമസ്ഥാവസാനം നമ്മുടെ കർത്താവ് സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you all.